നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ പോത്തുംപാറ ഉന്നതിക്ക് സമീപമാണ് ബൈക്ക് യാത്രികർ ആനയെ പ്രകോപിപ്പിച്ചത്. റോഡിൽ ആനയെ കണ്ട ബൈക്ക് യാത്രികർ ആനയ്ക്കരികിലെത്തി പ്രകോപിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആന ബൈക്ക് യാത്രികരെ ഓടിച്ചു. തമിഴ്നാട് സ്വദേശികളാണ് ആനയെ പ്രകോപിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. വ്യാഴാഴ്ച രാത്രി വിളക്കെഴുന്നള്ളിപ്പിന്റെ അവസാന പ്രദക്ഷിണത്തിൽ കൊടിമരത്തിന് സമീപം വെച്ചാണ് കൃഷ്ണ എന്ന കൊമ്പൻ ഇടഞ്ഞത്. തിടമ്പേറ്റിയ ആനയുടെ പാറ്റാനയായി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുകയായിരുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ ആനയാണ് കൃഷ്ണ. ആന വിരണ്ടതോടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തരോട് പുറത്തുപോകാൻ മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നതിന് മുൻപ് പാപ്പാന്മാർ കൊമ്പനെ വരുതിയിലാക്കി. തുടർന്ന് 11 മണിയോടെ കൊമ്പനെ പടിഞ്ഞാറേ ഗോപുരവാതിൽ വഴി പുറത്തേക്കെത്തിച്ചു. പിന്നീട് കിഴക്കേ നടയിലെ പൂതേരി പറമ്പിൽ തളയ്ക്കുകയായിരുന്നു. വിവേകാനന്ദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ശ്രീഭദ്ര ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കോടാലി ചേലക്കാട്ടുകര ശ്രീഭദ്ര മാതൃസദനത്തിൽ ദീപാവലി കുടുംബസംഗമം നടത്തി. രവീന്ദ്രനാഥ് പാലയ്ക്കൽ, പ്രഭാകരൻ, മോഹനകുമാർ, രേഖ രവീന്ദ്രൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ശ്രീകുമാർ പുലിയെടത്ത് അധ്യക്ഷത വഹിച്ചു. OS സതീഷ് കുടകര മുഖ്യപ്രഭാഷണം നടത്തി. ഷിജി വിനു, സ്മിത രാജേഷ്, സിന്ധു ഷാജു, ആർഷ മനോജ് എന്നിവർ നയിച്ച ലളിത സഹസ്രനാമവും CK വിനു രാമായണ പാരായണവും G രാജൻ നയിച്ച ഭജൻസും അരങ്ങേറി. തുടർന്ന് കലാകായിക പരിപാടികളും ദീപാലങ്കാര കാഴ്ചയും മധുര വിതരണവും നടത്തി. വിവേകാനന്ദ ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി MG ദീപേഷ്, സുബീഷ് സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. വിവേകാനന്ദ ചാരിറ്റബിൾ സൊസൈറ്റി ചികിത്സാ സഹായ പെൻഷൻ 2 കുടുംബങ്ങൾക്ക് നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 280 രൂപ കൂടിയതോടെ 1 പവൻ സ്വർണത്തിന്റെ 92,000 രൂപയിലെത്തി. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് കൂടിയത്. 11,500 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വെള്ളിയാഴ്ചത്തെ വില. ചൊവ്വാഴ്ച രാവിലെ സ്വർണ്ണവില 17-ന് രേഖപ്പെടുത്തിയ റെക്കോർഡ് ഉയരമായ 97,360 രൂപയ്ക്കൊപ്പം എത്തിയിരുന്നു. തുടർന്ന് വില ഇടിയുന്നതാണ് ദൃശ്യമായത്. വ്യാഴാഴ്ച പവന് 93,280 രൂപയായിരുന്നത് 2 തവണ വിലയിടിഞ്ഞ് 92,000-ൽ താഴെ പോയിരുന്നു. ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ 3-നായിരുന്നു. അന്ന് 86,560 രൂപയായിരുന്നു വില. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കൃഷിഭവന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC പ്രദീപ, ബ്ലോക്ക് അംഗം റീന ഫ്രാൻസിസ്, കൃഷി ഓഫീസർ MR അനീറ്റ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ചെങ്ങാലൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ 5 ലക്ഷം രൂപ ചിലവ് ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ച കമാനം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രഥി ബാബു, ടീന തോബി, പ്രീതി ബാലകൃഷ്ണൻ, ഹിമാദാസൻ, രശ്മി ശ്രീഷോപ്പ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കവിത, അസിസ്റ്റന്റ് എഞ്ചിനീയർ AJ ഷെയ്ഖ് മഹൻ എന്നിവർ പ്രസംഗിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,500 രൂപയും പവന് 92,000 രൂപയും രേഖപ്പെടുത്തി.
ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.